മലയാളികൾക്ക് ഇന്നും അത്ര പെട്ടെന്ന് മറക്കാൻ കഴിയാത്ത മുഖമാണ് ജിഷ്ണു രാഘവന്റേത്. കമലിന്റെ നമ്മൾ എന്ന ആദ്യ ചിത്രത്തിൽ തന്നെ ജിഷ്ണുവും ഇടം പിടിച്ചു പറ്റിയിരുന്നു. രാഘവന്റെയും ഭരതന്റെയും മക്കൾ സിനിമയിലേക്ക് വരുന്നു എന്ന പ്രമോഷനോടെ ആരംഭിച്ച സിനിമയാണ് നമ്മൾ. പിന്നീട് ജിഷ്ണുവും സിദ്ധാർത്ഥ് ഭരതനും ഭാവനയും ഒക്കെ അരങ്ങേറിയ സിനിമ എന്ന നിലയിലേക്ക് അത് മാറി. അച്ഛന്മാരുടെ പേരിന്റെ പിൻബലമില്ലാതെ തന്നെ വിജയം നേടാൻ ജിഷ്ണുവിനും കൂട്ടർക്കും സാധിച്ചു. പിന്നീട് ചൂണ്ട, നേരറിയാൻ, CBI, ചക്രമുത്ത്, യുഗപുരുഷൻ, ഓർഡിനറി, ഉസ്താദ് ഹോട്ടൽ പോലുള്ള സിനിമകളിൽ ചെറുതും വലുതുമായ നല്ല വേഷങ്ങൾ ചെയ്യുന്നതിനിടയിലാണ് ജിഷ്ണുവിന് ക്യാൻസർ രോഗം പിടിപെട്ടത്. ക്യാൻസർ അസുഖബാധിതനായി കിടക്കുമ്പോഴും വളരെ പോസിറ്റീവായിരുന്നു ജിഷ്ണു. ശാരീരികമായി അവശനായിരുന്നുവെങ്കിലും തിരിച്ചുവരുമെന്ന പ്രതീക്ഷ ജിഷ്ണുവിനും അച്ഛൻ രാഘവനും ഉണ്ടായിരുന്നു. എന്നാൽ എല്ലാ പ്രതീക്ഷകളും അവസാനിച്ച് 2016 മാർച്ച് മാസത്തിൽ മരണപ്പെട്ടു. എനിക്ക് ആയുസ് തന്നിട്ട് പോയതാണ് ജിഷ്ണു എന്നാണ് ഇന്ന് അച്ഛൻ രാഘവൻ പറയുന്നത്. അതെ, അതിൽ ഞാൻ വിശ്വസിക്കുന്നു. അവന്റെ ആയുസ്സിലാണ് ഞാനിന്ന് ജീവിക്കുന്നത്. നല്ല കഥാപാത്രങ്ങളായി മികച്ച നടനായി വളരാമായിരുന്ന നടനായിരുന്നു എന്ന് നമുക്കിപ്പോൾ തോന്നും. പക്ഷെ അതിനവൻ നിന്നില്ല. കരച്ചിൽ ഒരു ചിരിയിൽ ഒതുക്കിക്കൊണ്ടാണ് അച്ഛൻ രാഘവൻ പറഞ്ഞത്. ജിഷ്ണുവിനെ ഇപ്പോൾ ഞങ്ങൾ ഓർക്കാറില്ല. അവനെ ഓർക്കത്തക്ക രീതിയിൽ വീട്ടിലൊന്നും വെച്ചിട്ടില്ല. ഞാനും അവന്റെ അമ്മയും അവനെ ഓർക്കാറേയില്ല. ഓർക്കേണ്ടെന്ന് ഞങ്ങൾ തീരുമാനിച്ചു. മറ്റുള്ളവർ അവനെക്കുറിച്ച് ഓർമ്മപ്പെടുത്തുമ്പോൾ എനിക്ക് ദുഃഖമൊന്നുമില്ല. അതൊക്കെ കഴിഞ്ഞുപോയി. ഓർക്കാതിരിക്കാൻ, അവനെക്കുറിച്ച് ഓർമ്മിക്കാതിരിക്കാൻ ഒരു ഫോട്ടോ പോലും വീട്ടിൽ കാണുന്ന ഇടത്തിൽ വെച്ചിട്ടില്ല. അവൻ ഉപയോഗിച്ചിരുന്ന സാധനങ്ങളെല്ലാം ഞങ്ങൾ മറച്ചുവെച്ചു എന്നും അച്ഛൻ രാഘവന് പറഞ്ഞു. നടനെന്നതിനപ്പുറം മെക്കാനിക്കൽ എഞ്ചിനീയറും സാമൂഹിക പ്രവർത്തകനും ഒക്കെയായിരുന്നു ജിഷ്ണു. സിനിമയ്ക്കപ്പുറം സ്വന്തമായി ഒരു ബിസിനസ് തുടങ്ങാനുള്ള ഓട്ടത്തിലായിരുന്നു. അതിനിടയിൽ അണപ്പല്ല് തട്ടിയുണ്ടായ മുറിവ് ജിഷ്ണു ശ്രദ്ധിച്ചില്ല. അത് ഇൻഫെക്ഷനായി പിന്നീട് ക്യാൻസറിലേക്ക് അത് മാറിപ്പോവുകയായിരുന്നു. 2014 ആദ്യം ക്യാൻസർ സ്ഥിരീകരിച്ചത്. അതിൽ നിന്ന് ഭേദമായി തിരിച്ചുവന്നാണ് ഓർഡിനറി പോലുള്ള സിനിമകൾ ചെയ്തത്. 2015 വീണ്ടും ക്യാൻസർ രോഗം പിടിപെട്ടു. 2016 തന്റെ 36-ാം വയസ്സിൽ ക്യാൻസറിനോട് പൊരുതി ജിഷ്ണു പരാജയം സമ്മതിച്ചു പോവുകയായിരുന്നു.